ഹൈ ഡിയേഴ്സ് 1 മില്യൺ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാൻ എന്താണ് ആ സ്പെഷ്യൽ വീഡിയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഏത് ഡ്രസ്സ് കട്ട് ചെയ്യുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞാലും ചില സമയത്ത് നമുക്കതൊരു അബദ്ധമായിട്ട് മാറാറുണ്ടല്ലേ. എനിക്ക് അബദ്ധമായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു അബദ്ധം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും അതൊരു അബദ്ധം ആവാൻ പാടില്ലല്ലോ എന്ന് കരുതി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്കിവിടെ പറ്റിയത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ തയ്യൽ തുമ്പ് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് സ്ലിറ്റിലെ ടോപ്പാണ് കേട്ടോ, കുർത്തിയാണ്, സൈഡ് ഓപ്പൺ ഉള്ള കുർത്തിയാണ്. അപ്പോൾ ഇവിടെ സൈഡ് ഓപ്പൺ ഉള്ള ഭാഗത്ത് ഞാൻ തയ്യൽ തുമ്പ് 1 ഇഞ്ച് എന്ന് വിചാരിച്ചിട്ട് 1/4 ഇഞ്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കവിടെ സ്ലിറ്റ് തയ്ക്കാൻ പറ്റില്ലല്ലോ. 1/4 ഇഞ്ച് കൊണ്ട് നമുക്ക് എങ്ങനെ മടക്കി തയ്ക്കാൻ പറ്റും? പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ഇവിടെയും തുണി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കയറ്റിയിട്ട് സ്ലിറ്റ് കുറച്ച് കയറ്റിയിട്ട് നമുക്ക് ഇവിടെ കുറച്ച് തുണി അധികം ഉണ്ടെങ്കിൽ കയറ്റിയിട്ട് നമുക്ക് മടക്കി തയ്ക്കാനായിട്ട് പറ്റും, സ്ലിറ്റ് മടക്കി തയ്ക്കാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെയും തുണി കുറവാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാം നോക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു 2 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വീഡിയോ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉപകാരമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിതൊരു വീഡിയോ ആയി ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതുപോലത്തുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മൈൻഡിൽ ഇങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ വേറൊരു ഉപകാരം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ചുരിദാർ നിങ്ങളുടെ അടുത്ത് കാണുമല്ലോ അല്ലേ. അപ്പോൾ അതിൽ സ്ലിറ്റിൻ്റെ അടുത്ത് ടൈറ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താലും ഇടാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള ചുരിദാർ നിങ്ങൾ സൈഡാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൂലൊക്കെ മറ്റേ എവിടെയെങ്കിലും വലിച്ചാടിയിട്ടുണ്ടാവും. പക്ഷെ എപ്പോൾ നോക്കുന്നുണ്ടാവും, കാരണം അത് ഇഷ്ടമാണല്ലോ. എപ്പോൾ അത് തുറന്നു നോക്കും, എനിക്ക് ഇഷ്ടമാണ്, എന്ത് പറ്റും, പക്ഷെ ഇടാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നാറുണ്ട്. എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് ഭയങ്കര ഉപകാരമുള്ള വീഡിയോ ആണ് കേട്ടോ. കാരണം ഇവിടെയൊക്കെ നമ്മൾ തയ്യൽ തുമ്പ് ആവശ്യത്തിനും ഇടാറുണ്ട്. ഇത്രയും ഭാഗം 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാറുണ്ട്. പക്ഷെ സ്ലിറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 1 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് കൊടുക്കാറുള്ളൂ. അപ്പം നമുക്ക് എന്ത് പറ്റും, ഇവിടെയൊക്കെ ലൂസാക്കാനുള്ള ഒരുപാട് തുണിയുണ്ട്. ഇവിടെ എത്ര ഭാഗം നമുക്ക് ലൂസാക്കി കൊടുക്കാം, ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ലൂസാക്കി കൊടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ എത്തുമ്പോൾ തുണിയില്ല ഉണ്ടാവാറില്ലല്ലോ. ഞാൻ ഇതിൻ്റെ കാര്യമല്ല പറഞ്ഞത്, നമ്മൾ ഓൾറെഡി തയ്ച്ച ചുരിദാറിൻ്റെ സ്ലിറ്റ് വലുതാക്കുന്ന കാര്യമാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാര്യം ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതുവരെ നമുക്ക് ലൂസാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് തയ്യൽ തുമ്പ് 1 ഇഞ്ചല്ലേ നമ്മുടെ തയ്യൽ തുമ്പ് ഇടാറുള്ളൂ. അത് ഞാനൊന്ന് ഒരു ചുരിദാറിൽ കാണിച്ചു തന്നിട്ട് ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു ചുരിദാർ ടോപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഇത് സ്ലിറ്റൊക്കെ കംപ്ലീറ്റ് ആക്കി വെച്ചാണ്. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സ്ലിറ്റിൻ്റെ പോർഷൻ ഫുള്ളായിട്ടും 4 ഭാഗത്തും ഓപ്പൺ ആക്കി കൊടുക്കാം. ഇതിന് ഞാൻ ഓപ്പൺ ആക്കി കൊടുക്കുന്നില്ല, ഇത്രയും ഭാഗം ഓപ്പൺ ആക്കി കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗങ്ങൾ കണ്ടില്ലേ, ഇത്രയും ഭാഗം ഞാൻ സ്ലിറ്റ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്ലിറ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ, ഇവിടെയാണ് കേട്ടോ. ഇവിടുന്ന് ഇവിടത്തേക്ക് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിട്ട് മാർക്ക് ചെയ്തിട്ടില്ലേ, കണ്ടില്ലേ? ഇവിടെ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്ര ഭാഗം 1.25 കൊടുത്തിട്ടുള്ളത്, ഇവിടെ 1 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെയാണ്. പക്ഷെ ഇതിന് ഇവിടെയൊക്കെ 1.25 തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരെ 1.25 തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സ്ലിറ്റിൻ്റെ പോർഷനിൽ ഞാൻ 1 ഇഞ്ചെന്ന് വിചാരിച്ചിട്ട് 1/4 ഇഞ്ചേ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതാണ് ഇതിന് വന്ന മിസ്റ്റേക്ക്. ഇതിന് വന്ന മിസ്റ്റേക്ക് അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതും ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഓൾറെഡി തയ്ച്ചു വെച്ച ചുരിദാർ എൻ്റെ ഹിപ്പ് പോർഷനിൽ ഫിറ്റായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അത് ലൂസാക്കുന്നതെന്നും കൂടി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ടൈറ്റ് ഇവിടെ മൊത്തം ഫിറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് നമുക്ക് തയ്യൽ തുമ്പ് ഒരുപാടുണ്ട് അല്ലേ, ഇത്രയും ഭാഗം നമുക്ക് ലൂസാക്കി കൊടുക്കാനായിട്ട് പറ്റും അല്ലേ. നമ്മൾ എന്താ ഇങ്ങനെ സ്ലിറ്റ് മൊത്തം കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടത്തേക്ക് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ കൂട്ടി യോജിപ്പിക്കേണ്ടതായിട്ട് വരും അല്ലേ. ഇങ്ങനല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. ഇത് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് സ്ലിറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് 1/4 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് ഇവിടത്തേക്ക് മാർക്ക് ചെയ്യാം. 1/4 ഇഞ്ച് മാത്രമേ മാർക്ക് ചെയ്യാണ്ടൂ, അത് മതി നമുക്ക്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടെ വരെ ലൂസാക്കിയിട്ട് എന്ത് ചെയ്യാം, ഇവിടത്തേക്ക് മുട്ടിച്ച് കൊടുത്താൽ നമുക്ക് ഇവിടെ മാത്രമേ ലൂസായി കിട്ടുള്ളൂ, കണ്ടില്ലേ? അതേപോലെ ഇവിടെയും കൊടുക്കണം കേട്ടോ.
ഇവിടെ വരെ നമുക്ക് ലൂസായി കിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഇവിടെ ആണല്ലോ ടൈറ്റ് വരുന്നത്, സ്ലിറ്റിന്റെ ഈ പോർഷനിലാണല്ലോ ടൈറ്റ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്തേക്ക് സ്ലിറ്റ് ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടത്തേക്ക് സ്ലിറ്റ് കൊടുക്കാൻ പറ്റും. അപ്പം എത്ര നമുക്ക് ലൂസ് കിട്ടും? കണ്ട 3/4 ഇഞ്ച് ലൂസ് വന്നിട്ടുണ്ട്. അത് കണ്ടില്ല, ഒരു ഭാഗത്ത് 3/4 ഇഞ്ച് ലൂസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഭാഗത്ത് കണ്ടില്ല, ഒരു ഭാഗത്ത് 3/4 ഇഞ്ചാണ് ലൂസ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നത്. കണ്ടില്ല, എത്ര ഹിപ്പ് വലുതായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലൂസ് കൊടുക്കാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? അപ്പം ഒരു ഭാഗത്ത് 3/4 ഇഞ്ച് നമുക്ക് ലൂസ് വരുമ്പോൾ ഫുൾ ചുറ്റളവായിട്ട് എത്ര വന്നിട്ടുണ്ട് ലൂസ്? 3 ഇഞ്ച് ലൂസ് വന്നു. അപ്പം എത്ര നമ്മൾ അവിടെ ഹിപ്പിന്റെ അടുത്ത് വണ്ണം വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ തയ്യൽ തുമ്പ് അരയിഞ്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ മുകളിൽ നിന്ന് താഴെ വരെ ഓപ്പൺ കൊടുക്കുക. രണ്ട് ഭാഗത്തും ഓപ്പൺ ആക്കി കൊടുക്കുക. ഫ്രണ്ടിലും ബാക്കിലും ഓപ്പൺ ആക്കി കൊടുത്തിട്ട് രണ്ട് സൈഡിലും കൊടുക്കാം. ഓപ്പൺ ആക്കി കൊടുത്തിട്ട് വേറൊരു പീസ് വെച്ചിട്ട്, പാനിൻ്റെ പീസോ മാച്ച് ആയിട്ടുള്ള ഒരു പീസ് വെച്ചിട്ടോ രണ്ട് ഭാഗത്തും കൂട്ടി യോജിപ്പിച്ച ശേഷം അവിടെ വീതി വന്നല്ലോ, ഒരു സൈഡിൽ നിന്ന് നമുക്ക് 1 ഇഞ്ച് വീതിയിലുള്ള പീസ് താഴെ വരെ വെച്ച് കൊടുത്താൽ 4 ഭാഗത്താകുമ്പോഴത്തേക്കും നമുക്ക് 4 ഇഞ്ചിൻ്റെ ലൂസ് കിട്ടും. അപ്പം അതെവിടെ കിട്ടും കേട്ടോ. തുണി ഇല്ലെങ്കിൽ ഈ പോർഷനിൽ ഇത്ര വരെ തയ്യൽ തുമ്പ് കുറവാണെങ്കിൽ മാത്രമേ ഇപ്പം ഞാൻ പറഞ്ഞത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഓൾറെഡി തയ്യൽ തുമ്പ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ, ഇവിടെ തയ്യൽ തുമ്പ് ഇല്ലെങ്കിൽ മാത്രമേ ഈ ഒരു രീതി ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. മനസ്സിലായാലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. സാധാരണ സൈഡ് ഓപ്പൺ അങ്ങനെയാണോ കൂട്ടുന്നത് പോലെ ഇവിടുന്ന് ഇവിടത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ സൂചി കുത്തിയെടുത്ത് കെട്ടിട്ട് നിർത്തി നേരെ മേലോട്ട് പോയിട്ട് 2 സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് സ്റ്റോപ്പ് ആക്കുക. എന്നിട്ടല്ല നമ്മൾ സൈഡ് ഓപ്പൺ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അതേപോലെ ഇതിനും തുടങ്ങിയാൽ മതി. അപ്പം ഇവിടെ നമുക്ക് തയ്യൽ തുമ്പില്ലല്ലോ, 4 ഇഞ്ച് മാത്രമേ ഉള്ളൂ. ഇത് മടക്കി തയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ. അതിനാണ് ഞാനൊരു ഐഡിയ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ നമുക്ക് തയ്യൽ തുമ്പ് വിടാൻ മറന്നു പോയാലും നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മളെ പഴയ ചുരിദാറ് സ്ലിറ്റിൻ്റെ പോർഷനിൽ ടൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇടാതെ വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒത്തിരി പേർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി. അതുകൊണ്ടാണ് ഇപ്പം ഇത് ചെയ്യുമ്പം ഇതും കൂടി ഒന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഈ ടോപ്പ് യോക്ക് പീസിൽ പ്രിൻസസ് കട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്കേർട്ട് പോർഷനിൽ 6 പാനൽ ഫ്രണ്ട് ഓപ്പൺ കുർത്തിയാണ് ചെയ്തിട്ടുള്ളത്. സൈഡ് ഓപ്പണും ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, സൈഡ് ഓപ്പണും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് പീസാണ് കേട്ടോ. ബാക്കിൽ 3 ടക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 2 3 ടക്കും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ലാസ്റ്റ് അത് ഫിനിഷായി കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ 4 പീസ് എടുക്കാം. 4 പീസ്, ഇപ്പം ഇതിന് 2 പീസേ വേണ്ടു. കാരണം ഇവിടെ ഓൾറെഡി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ 2 പീസ്, 2 സ്ലിറ്റ് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 2 നിങ്ങൾ കട്ട് ചെയ്യുമ്പം 4 എടുക്കാം കേട്ടോ. അപ്പം എനിക്കിവിടെ 2 വേണ്ടു കേട്ടോ. അത് 1.5 ഇഞ്ച് വലുപ്പത്തിൽ വേണം കേട്ടോ. 1.5 ഇഞ്ച് വലുപ്പത്തിൽ നീളം നമുക്ക് അനുസരിച്ചെടുക്കാം. കാരണം ഇത്രയും നീളത്തിൽ എത്ര വേണമെങ്കിൽ നീളം എടുക്കാം. കറക്റ്റ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ല കൂടുതലാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് 26 വരുന്നത്. അപ്പോൾ ഒരു 29 എടുത്താലും കുഴപ്പമില്ല എനിക്ക്. ബാക്കി എക്സ്ട്രാ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ. മനസ്സിലായില്ലേ? 1.5 ഇഞ്ച് വീതിയിൽ ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സ്റ്റിച്ച് എടുക്കേണ്ട എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 4 ഇഞ്ച് മാത്രമേ ഉള്ളൂ. കാണുന്നില്ലേ? ഉണ്ടോ? ഇത്ര ഭാഗമുള്ളൂ. ഇവിടെ 4 ഇഞ്ച്, ഇവിടെ 4 ഇഞ്ച്, അത്രയേ ഉള്ളൂ. ഈ ഒരു തയ്യൽ തുമ്പ് ഇത്രയേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് തയ്ച്ചെടുക്കേണ്ടത്. ഇങ്ങനെ വരും കേട്ടോ. അതിനായിട്ട് ഇതുപോലെ വെക്കാം. ഇതിൽ നിന്ന് ഒരു പീസ് തുണി എടുക്കാം. എന്നിട്ട് ഇതുപോലെ 2ആയി മടക്കാം. കണ്ടില്ലേ? ഇതുപോലെ 2ആയി മടക്കിയിട്ട് ഇങ്ങനെ 2ആയി മടക്കി വെക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് കേട്ടോ. ഇങ്ങനെ സിംഗിളായിട്ട് വെക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഇങ്ങനെയാണ്. 2ആയി മടക്കിയിട്ട് ഒരു 1.25 ഇഞ്ച് മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. 1.25 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. അതേപോലെ ഇതിനും 1.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്
ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് കണ്ടില്ലേ, നല്ല ഭാഗമാണിത്. ഇതുപോലെ ഓപ്പൺ ആക്കാം. എന്നിട്ട് ഈ 1.25 മാർക്ക് ചെയ്തില്ലേ, അത് ഈ സ്ലിറ്റിൻ്റെ നമ്മൾ കെട്ടിട്ട് നിർത്തിയ ഈ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് 1/4 ഇഞ്ച് മാത്രമേ നമ്മൾ തയ്യൽ തുമ്പ് നമുക്കുള്ളൂ. അപ്പോൾ 1/4 ഇഞ്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ സ്ലിറ്റിൻ്റെ സ്റ്റിച്ചിങ്ങിന് ബാധിക്കും അത് കേട്ടോ, കയറിപ്പോവും. ആ സ്ലിറ്റ് ഫിനിഷിങ് ഉണ്ടാവില്ല. 1/4 ഇഞ്ച് മാത്രം നിങ്ങൾ വേണമെങ്കിൽ മാർക്ക് ചെയ്തെടുത്തോ കേട്ടോ. ഇങ്ങനെ 1/4 ഇഞ്ച് താഴെ വരെ വേണ്ട, ഇവിടെ മാത്രം മതി. 1/4 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് താഴെ വരെ 1/4 ഇഞ്ചിൽ മാത്രം നമ്മൾ സ്റ്റിച്ച് എടുക്കാം. ഇവിടെ വരെ 1/4 ഇഞ്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ, അധികം എടുക്കാൻ പാടില്ല. കാരണം നമ്മൾ ഇവിടെയും 1/4 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് വിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കസ്റ്റമർക്കാണ് തയ്ച്ചു കൊടുക്കുന്നതെങ്കിൽ ഈ പീസ് തുണി എടുക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഈ മെയിൻ ക്ലോത്തിന് മാച്ച് ആയിട്ടുള്ള തുണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് കളർ മാറ്റിയിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത് കസ്റ്റമറിൻ്റെ ടോപ്പല്ല, ഇത് എൻ്റെ ടോപ്പാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കിത് ബുദ്ധിമുട്ടില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ എങ്ങനെ വന്നാലും അതിനെ കറക്റ്റാക്കി എടുക്കും. എന്ത് മിസ്റ്റേക്ക് വന്നാലും അതിന് നമുക്ക് ഓരോ ഐഡിയ വരും, എങ്ങനെ ചെയ്യണം, എങ്ങനെയൊക്കെ നമുക്ക് മാറ്റം വരുത്താം, ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ എൻ്റെ മൈൻഡിലൊരു ഐഡിയ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ടെൻഷൻ അടിക്കേണ്ടി വരാറില്ല. ഞാൻ എങ്ങനെയെങ്കിലും അത് കറക്റ്റാക്കി എടുക്കും. എനിക്കല്ലെങ്കിലും കസ്റ്റമർക്കായാലും ഞാൻ അത് കറക്റ്റാക്കി എടുത്ത് അവർ കറക്റ്റ് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷൻ വരാറില്ല. എങ്ങനെ പ്രശ്നം വന്നാലും നമ്മൾ ഡീൽ ചെയ്യാൻ പഠിക്കണമല്ലോ. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാറുള്ളത്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നോക്കാം. ഞാൻ നൂല് മാറ്റി പിടിക്കുന്നുണ്ട് കേട്ടോ, കോഫി എടുക്കുന്നില്ല, പച്ച കളർ എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് നല്ല ഭാഗമാണ്, ക്ലോത്തിന് നല്ല ഭാഗം, റോങ് സൈഡ് വെച്ച് കൊടുക്കേണ്ടത് നല്ല ഭാഗത്താണ് കേട്ടോ. നല്ല ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. മുകളിൽ നിന്ന് താഴേക്ക് ഉണ്ടാവുന്ന താഴ്ന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കാം. 1.25 മാർക്ക് ചെയ്ത് ആ ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ഒരു മാർക്ക് ചെയ്തില്ലേ ഇവിടെയാണ് കേട്ടോ. ഇവിടുന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ചെറിയൊരു കെട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സ്ലിറ്റിൻ്റെ അടുത്ത് തയ്ക്കുമ്പം ശ്രദ്ധിക്കണം, അവിടെ കൊള്ളാൻ പാടില്ല. 1/4 ഇഞ്ച് എന്ന് പറയുമ്പം ഈ ഒരു ഭാഗത്ത് ഫൂട്ടിൻ്റെ വലിപ്പമാണ് കേട്ടോ. താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലേ. 1/4 ഇഞ്ച് വീതിയിൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സ്ട്രാ തുണി വന്നിട്ടുണ്ട്, ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പീസിൻ്റെ മുകളിൽ, ഈ ലൈനിങ്ങിൻ്റെ ഈ ഒരു പീസിൻ്റെ മുകളിൽ പതിച്ചടിച്ചു കൊടുക്കാമെന്ന്, എന്നാലേ അവിടെ പ്രസ് ചെയ്ത് നിൽക്കുള്ളൂ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴെ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ വന്നിട്ടുള്ള കേട്ടോ. ഇത് നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ ഒരു പീസില്ലേ, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ ഒരു പീസ് അകത്തോട്ട് ഇതുപോലെ ആക്കിയിട്ട് കണ്ടല്ലോ, ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് എടുക്കാം. അപ്പോൾ ഇതും കൂടി ഒന്ന് ചെയ്തിട്ട് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഭാഗം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്, വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് നല്ല ഭാഗമാണ്. നല്ല ഭാഗത്തിൻ്റെ മുകളിലോട്ട് ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ല ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അത് നിങ്ങളുടെ ഏതത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴെ വരെ നമുക്ക് സ്റ്റിച്ച് എടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പം നേരത്തെ തയ്ച്ച് ആ ഒരു പീസ് അകത്തോട്ടാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് എടുക്കാൻ. കണ്ടില്ലേ, ഈ ഒരു പീസ് അകത്തോട്ടാക്കി കൊടുക്കുക. ഇങ്ങനെ തള്ളി കൊടുത്തതിന് ശേഷം ഇതിങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഈ പീസിൻ്റെ മുകളിലോട്ട് ഈ മെയിൻ ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് എടുക്കാം.
ഈ ഭാഗവും ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഒന്ന് പതിച്ചടിക്കാം കേട്ടോ. അതിൽ രണ്ട് ഭാഗവും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഈക്വലായിട്ട് വന്നിട്ടുണ്ട്, ഒരു വ്യത്യാസം വന്നിട്ടില്ല കേട്ടോ. നമ്മൾ ചെയ്യുമ്പം ഒരിക്കൽ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ആ അബദ്ധത്തിൽ പോകാൻ പാടില്ല, ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. താഴെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ നമ്മൾ എങ്ങനെയാണോ സ്ലിറ്റ് തയ്ക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് തയ്ക്കേണ്ടത് കേട്ടോ. ഇതുപോലെ നമ്മളിതുപോലെ ഇവിടെ പതിച്ച് തയ്ച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതുപോലെ അകത്തോട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, മുകളിൽ വരെ സ്റ്റിച്ച് എടുക്കാം കേട്ടോ. താഴെ നിന്നും നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ ഒരു നമ്മൾ കുറച്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു, അത് ഇതുപോലെ മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് ഒരു സ്ക്വയർ രൂപത്തിൽ ഇതുപോലെ ആക്കി കൊടുക്കുക, സ്ക്വയർ ആക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് ഞാൻ ചെയ്യുന്ന നോക്കിക്കോട്ടോ, ഇതുപോലെ ചെയ്താൽ മതി. ഇവിടെ സൂചി കുത്തി നിർത്താം, എന്നിട്ട് ഫൂട്ട് പൊക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട നേരത്തെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇതുപോലെ ഇവിടത്തേക്ക് വരാം. അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ മടക്കിയ പോലെ തന്നെ സ്ക്വയർ ആക്കി ഇവിടെയും മടക്കി വെക്കാം. ഇവിടെ മടക്കി വെച്ചതിന് ശേഷം ഇവിടുന്ന് ഇവിടത്തേക്ക് സ്റ്റിച്ച് എടുക്കാം. ഇത് ഇവിടെ ഒരു എത്തിയിട്ടുണ്ട്. ഇവിടെ സൂചി കുത്തി നിർത്താം, ഫൂട്ട് പൊക്കാം. നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് എടുക്കാം കേട്ടോ. താഴെ വരെ, മുകളിൽ നിന്ന് താഴെ വരെ സ്റ്റിച്ച് എടുക്കാം. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട ഇവിടെ നല്ല സ്ക്വയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് സ്ക്വയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, ഒരു വ്യത്യാസവും വന്നിട്ടില്ല. മനസ്സിലായല്ലോ? അതിൻ്റെ അകവശം നമുക്ക് നോക്കാം. ഇതാണ് അകവശം. ഇവിടെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്, ഒരു വ്യത്യാസം വന്നിട്ടില്ല, ഒരു വൃത്തികേടോ ഒന്നും കാണില്ലല്ലോ, നല്ല നീറ്റായിട്ടില്ലേ? ഇത് ഈ ഒരു ഭാഗത്തുള്ളത് കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അബദ്ധങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ചെയ്തെടുക്കാനുള്ള ട്രിക്ക്. ഇതിൻ്റെ ഒരു ട്രിക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഓരോന്നിനും നമുക്ക് ഓരോ ട്രിക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സൈഡാക്കി വെച്ചിട്ടുള്ള ഇഷ്ടപ്പെട്ട ചുരിദാർ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത്, അതായത് നമ്മളെ ഹിപ്പിൻ്റെ ആ പോർഷനിൽ നമുക്ക് എത്ര വേണമെങ്കിലും 3/4 ഇഞ്ച് വരെ ലൂസ് കൊടുക്കാം. ഒരു ഭാഗത്ത് 3/4 ഇഞ്ച് പറയുമ്പോൾ ഫുള്ളായിട്ടും നമുക്ക് 3 ഇഞ്ച് ലൂസ് കൊടുക്കാം. മനസ്സിലായല്ലോ? ഇതൊന്ന് ഈ കുർത്തിൻ്റെ ഫുൾ കാണിക്കാം. എങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്? കോളർ കുർത്തിയാണ് കേട്ടോ, വി നെക്കിന് കോളർ കുർത്തി ചെയ്തിട്ടുള്ളത്. ചെറിയൊരു പഫും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിന്, ഉണ്ടല്ലേ? ഇവിടെ പ്രിൻസസ് കട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്കേർട്ട് പോർഷനിൽ ഇവിടെ 3 പീസ്, ബാക്കിൽ 3 പീസ്, അത് 6 പീസ് കട്ടിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. സെൻറ്ററിൽ ഓപ്പണും കൂടി കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ഭാഗത്ത് സൈഡും ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.